Hi all, welcome to Study Win PSC. 10th പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, 2019 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം സൗമ്യ സ്വാമിനാഥൻ. ഡോക്ടർ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? ഉത്തരം 5+3+3+4. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം? ഉത്തരം ചെങ്കോട്ട. 2024 ഒളിമ്പിക്സ് വേദി? ഉത്തരം പാരീസ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി? ഉത്തരം മൃതസഞ്ജീവനി. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഫെബ്രുവരി 21. ഭരണത്തിലും ഉദ്യോഗത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത. ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ്റെ അന്നത്തെ ആൻസർ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അന്നത്തെ ആൻസർ ജസ്റ്റിസ് സിറിയക് ജോസഫ് ആയിരുന്നു. പക്ഷെ നമ്മൾ നോക്കേണ്ടത് 2024 ഇപ്പോഴത്തെ ലോകായുക്ത, കേരളത്തിലെ ലോകായുക്ത N അനിൽകുമാറാണ്. അടുത്ത ചോദ്യം നോക്കാം. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ? ഉത്തരം ഇംഗ്ലണ്ട്. ശ്രദ്ധിക്കുക, 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളാണ് ഇംഗ്ലണ്ട്. റീസെൻ്റ് ആയിട്ട് നടന്നത് 2023 ലോകകപ്പ് ക്രിക്കറ്റ് നടന്നത്. ഓസ്ട്രേലിയ ആയിരുന്നു വിൻ ചെയ്തത്. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ ശരിയായ ഉത്തരങ്ങളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4 ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. അടുത്ത ചോദ്യം, 2022 രാജ്യത്തെ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി? ഉത്തരം പ്രധാനമന്ത്രി ആവാസ് യോജന. ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സിവാലിക്സ്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഉത്തരം വിഴിഞ്ഞം. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ കേന്ദ്ര ഭാഗമായ നഗരം ഏതാണ്? ഉത്തരം നാഗ്പൂർ. അടുത്ത ചോദ്യം നോക്കാം. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഉത്തരം കാവേരി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് അറിയപ്പെടുന്നു. കറുത്ത മണ്ണിനത്തെ റിഗർ എന്ന് വിളിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? ഉത്തരം മുംബൈ. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏത്? ഉത്തരം ഇന്ദിരാഗാന്ധി കനാൽ. പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ഗുജറാത്ത്. ശ്രദ്ധിക്കുക, പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ഉത്തരം ആന. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം 42. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? ഉത്തരം 2005. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം 3ാം ഭാഗത്തിൽ. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? ഉത്തരം 24. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്?
ഉത്തരം ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ശ്രദ്ധിക്കുക, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഇപ്പോഴത്തെയാണ് നമ്മൾ പറയുന്നത്, 2024, ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം. ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. അത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ 2022 അന്നത്തെയാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. നമ്മൾ നോക്കേണ്ടത് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണെന്നുള്ളതാണ്, ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ഉത്തരം സ്വത്തവകാശം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ചോദ്യം നോക്കാം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഇത് ആരുടെ പ്രഖ്യാപനമാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1930 ഏപ്രിൽ 6. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? ഉത്തരം ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ഉത്തരം അരുണ ആസിഫ് അലി. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം റാണി ഗൈഡിലിയു. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആര്? ഉത്തരം BR അംബേദ്കർ. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ഉത്തരം റൗലത്ത് നിയമം. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യസമര പോരാളി ആരായിരുന്നു? ഉത്തരം ഉദ്ധം സിംഗ്. അടുത്ത ചോദ്യം നോക്കാം. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഉത്തരം വേമ്പനാട് കായൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം പാമ്പാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം ഇടുക്കി. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ഉത്തരം മലമുഴക്കി വേഴാമ്പൽ. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? ഉത്തരം തീരപ്രദേശം. കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം അട്ടപ്പാടി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഉത്തരം ആലപ്പുഴ. ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? ഉത്തരം OM നമ്പ്യാർ. അടുത്ത ചോദ്യം നോക്കാം. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ഉത്തരം വൈകുണ്ഠസ്വാമികൾ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം വാഗ്ഭടാനന്ദൻ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം പൊയ്കയിൽ കുമാരഗുരു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം അയ്യങ്കാളി. അടുത്ത ചോദ്യം നോക്കാം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആര്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ? ഉത്തരം ഇൻസുലിൻ. സർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്? ഉത്തരം O ഗ്രൂപ്പ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ടൈഫോയിഡ്. മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ എത്ര അസ്ഥികളുണ്ട്? ഉത്തരം 24. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം?
ഉത്തരം ജീവകം ഡി. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിൻ്റെ അടുത്ത ചോദ്യം നോക്കാം. വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം എപ്പിഫൈറ്റുകൾ. അടുത്ത ചോദ്യം നോക്കാം. ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ്? ഉത്തരം ഉരുളക്കിഴങ്ങ്. പയറ് വർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? ഉത്തരം ഹരിത. ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ഉത്തരം ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോൾ. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം ആണ് തന്നിരിക്കുന്ന ജോഡികൾ. ഐസോടോപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 6C12, 6C13, നാലാമത്തത് 1H2, 1H3. അടുത്ത ചോദ്യം നോക്കാം. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം അലുമിനിയം. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം മോസ്ലി. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം? ഉത്തരം 3. അടുത്ത ചോദ്യം നോക്കാം. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഏതാണ്? ഉത്തരം NaHCO3. ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം എന്താണ്? ഉത്തരം mL²T⁻². ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്ര? ഉത്തരം 212 ഡിഗ്രി ഫാരൻഹീറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. ഉത്തരം ജലം. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഏതാണ്? ഉത്തരം ഗുരുത്വബലം. മനുഷ്യന്റെ ശ്രവണ പരിധി? ഉത്തരം 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ്. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യത്തിന്റെ നമ്പറും ശരിയായ ഉത്തരത്തിന്റെ ഓപ്ഷനും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. മാത്സിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. 81 ഓപ്ഷൻ ബി, 82 ഓപ്ഷൻ സി, 83 ഓപ്ഷൻ ഡി, 84 ഓപ്ഷൻ എ, 85 ഓപ്ഷൻ എ, 86 ഓപ്ഷൻ സി, 87 ഓപ്ഷൻ ബി, 88 ഓപ്ഷൻ ഡി, 89 ഓപ്ഷൻ സി, 90 ഓപ്ഷൻ ബി, 91 ഓപ്ഷൻ എ, 92 ഓപ്ഷൻ ഡി, 93 ഓപ്ഷൻ ഡി, 94 ഓപ്ഷൻ ബി, 95 ഓപ്ഷൻ എ, 96 ഓപ്ഷൻ സി, 97 ഓപ്ഷൻ ബി, 98 ഓപ്ഷൻ എ, 99 ഓപ്ഷൻ സി, 100 ഓപ്ഷൻ ഡി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.